ഇന്ന് പുഞ്ചിക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ അനിയത്തിയോട് പറയുമായിരുന്നു, പുഞ്ചിക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ്, ഇനി എന്നാ ചെയ്യും, ഭയങ്കര കരച്ചിലാണ്, ഒരു രക്ഷയില്ല, നമുക്ക് ഇന്ത്യക്ക് പോവാം, ഇന്ത്യക്ക് പോയി പഠിക്കാമെന്നൊക്കെ പറയുവാന്ന്. ഇവിടെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ് ഇവൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടെന്നാണ് ഇവൾ വിചാരിക്കുന്നത്. പക്ഷേ എല്ലായിടത്തും, എല്ലാ സ്കൂളിലും, ഇന്ത്യയിലാണെങ്കിലും എല്ലാ സ്കൂളിലും ഇത്രയും തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാനും എൻ്റെ അനിയത്തിയൊക്കെ പഠിക്കാൻ പോകാൻ ഭയങ്കര മടിയായിരുന്നു. എൻ്റെ മടി എങ്ങനെയാണ് മാറിയെന്നുള്ള കഥ ഞാൻ പറഞ്ഞുതരാം. 1ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ആനമുന്തി സ്കൂളിലാണ് പഠിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലെ പിറവത്തിന് അടുത്ത് ആനമുന്തി എന്ന് പറഞ്ഞാൽ മണീട്ടിൽ ആനമുന്തി എന്ന് പറഞ്ഞ സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. ആനമുന്തി സ്കൂൾ. ആ സ്കൂളിൽ ആ പേര് പറയാൻ കാര്യം അതിന് തൊട്ടടുത്തൊരു കുളമുണ്ട്. അവിടെ ആന മുങ്ങിപ്പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആനമുന്തി എന്ന് പറഞ്ഞത്. ആന മുങ്ങി എന്ന് പറഞ്ഞ് ആനമുന്തിയായേ. അപ്പോൾ ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആനമുന്തി നമ്മുടെ ഇതുണ്ട്, ഹോസ്പിറ്റലുണ്ട്. അവിടെയാണ് എൻ്റെ അച്ഛൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ഗവൺമെൻറ് ഹോസ്പിറ്റലും. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോയിരിക്കും. അപ്പോൾ അച്ഛൻ ആദ്യം ഒറ്റ മോളായിരുന്നു ഞാൻ, ഒരു 7 വയസ്സ് വരെ ഒറ്റ മോളായിരുന്നു. അത് കഴിഞ്ഞാണ് മാളൂസ് അനിയത്തി ഉണ്ടായത്. അപ്പം അച്ഛൻ്റെ അടുത്ത് പോയിരിക്കുമ്പോൾ അച്ഛൻ എനിക്ക് നല്ല പാലപ്പവും മുട്ടക്കറിയും മേടിച്ചു തരും. അങ്ങനെ മേടിച്ചെന്ന് എനിക്ക് സ്കൂളിൽ പോകണ ഇഷ്ടമല്ല. അപ്പോൾ ആ ഒറ്റ കൊച്ചിൻ്റെ കുറച്ച് കൊഞ്ചിക്കൽ കൂടുതലും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ അച്ഛൻ വിചാരിച്ചു, ഒരാഴ്ച 2 ആഴ്ചയൊക്കെ വിചാരിച്ചു കുഴപ്പമില്ല സ്കൂളിൽ പോകാത്തതെന്ന്. പിന്നെ മനസ്സിലായി സ്കൂളിൽ പോയില്ലെങ്കിൽ ഒന്നും പഠിക്കില്ല. ഒരു ബസ്സെങ്കിലും വരുമ്പോൾ നമുക്കിത് എങ്ങോട്ടാണ് പോകണേ, ബസ്സെന്ന് വായിച്ച് കയറാനുള്ള ഒരു പഠിത്തമെങ്കിലും പഠിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അച്ഛൻ കുറേ നിർബന്ധിച്ചിട്ട് രക്ഷയില്ല, ഞാൻ പോകണില്ല. അപ്പോൾ അവസാനം എന്നാ ചെയ്തു എന്ന് പറഞ്ഞാൽ, അച്ഛൻ ഇപ്പോഴും ഞാനത് ഓർക്കുന്നുണ്ട്, ആനമന്തി സ്കൂളിൻ്റെ ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ട്. അച്ഛൻ്റെ ആശുപത്രിയുടെ ചുറ്റും അന്ന് മതിലില്ല, മൈലാഞ്ചി കൊണ്ടുള്ള വേലിയാണ്. വേലി വെക്കില്ല, മൈലാഞ്ചി ഇങ്ങനെ തിക്കായിട്ട് നട്ട് പിടിപ്പിച്ചിട്ട് വേലി വെച്ചേക്കുക. അപ്പോൾ ആ മൈലാഞ്ചി കോല് ഒരിക്കലും ഒടിയില്ല. മൈലാഞ്ചി കോല് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് അച്ഛൻ എന്നെ ആശുപത്രിയിൽ നിന്ന് സ്കൂൾ വരെ അടിച്ചു. പിള്ളേരെല്ലാം ഇങ്ങനെ മതിൽ കൂടെ നിരന്ന് നിന്ന് കാണുക. പിള്ളേരെല്ലാം ഇപ്പോഴും എൻ്റെ ഒരു ഫിലിം പോലെ എൻ്റെ ഇതിലെപ്പോഴും ഇങ്ങനെ കിടക്കും. 1 മാസത്തിലൊരിക്കലല്ല, ഒരാഴ്ച ഒരിക്കലെങ്കിലും ഞാനത് ചിന്തിക്കും. എന്നിട്ട് ടീച്ചർമാരൊക്കെ അച്ഛൻ്റെ ഇടയിൽ കയറി. എനിക്ക് വേണം അച്ഛൻ്റെ ആ ദേഷ്യത്തിന് ടീച്ചർമാർക്കിട്ടും കിട്ടിയതെന്ന് പറയും. കുറേ ടീച്ചർമാരൊക്കെ ഈ കൊച്ചിനെ ഇങ്ങനെ കൊച്ചിനെ അന്നൊന്നും ഇങ്ങനെ കൊച്ചിനെ തല്ലണത് കേസല്ല. അല്ലെങ്കിൽ അച്ഛന് കേസായനെ. അന്നൊന്നും ഇങ്ങനെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് കേസാവും അങ്ങനെയൊന്നുമില്ല. അച്ഛൻ എന്നെ തല്ലി അവിടം വരെ ഇട്ടു. പിന്നെ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ആശുപത്രി തൊട്ട് സ്കൂൾ വരെ തല്ലി. അപ്പോൾ പിന്നെ ഒരിക്കലും എനിക്ക് മടി ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഒന്നാം ക്ലാസ്സിൽ ഈ തല്ല് കിട്ടണേ. 1ാം ക്ലാസ് തൊട്ട് +2 വരെ കറക്റ്റായിട്ട് പോയി. പിന്നെ BAMS പോയപ്പോൾ അങ്ങ് അകലെ പോയിട്ട് പഠിക്കുക, കാസർഗോഡ്. അപ്പോൾ എനിക്ക് മടിയുണ്ടായിരുന്നു, ഹോം സിക്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മേനെ പിരിഞ്ഞേക്കണോ, ആദ്യമായിട്ട് പിരിഞ്ഞേക്കണോ, അനിയത്തിനെ പിരിഞ്ഞേക്കണോ, ആ വിഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ +2 വരെ എനിക്ക് മടി ഉണ്ടായിരുന്നില്ല. പിന്നെ അകലെ നിന്നതിൻ്റെ ഒരു മടി BAMS പഠിച്ചപ്പോൾ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുമായിരുന്നു. ഇങ്ങനെയാണ് എൻ്റെ മടി മാറിയത്. അപ്പോൾ പൊഞ്ചിയുടെ മടി എങ്ങനെ മാറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ, ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ.